കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പം നമ്മൾ 80 ചെയ്തിട്ട് നിർത്തിയല്ലേ. അതായത് എന്നെ ശുംഭനോ നിശുംഭനോ ആരെ വേണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം, പക്ഷെ ആരായാലും എന്നെ ജയിക്കണം. മാം ജിത്വ മേ പാണിഗ്രഹണാതു എന്ന് പറഞ്ഞു അല്ലേ. എന്നെ ജയിച്ചിട്ട് എന്നെ പാണിഗ്രഹണം ചെയ്യട്ടെ, അതിനി താമസിക്കേണ്ട ആവശ്യമില്ല, വേഗം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പം ഈ എന്താണ് ഈ സുഗ്രീവൻ എന്നുള്ള ദൂതൻ്റെ മറുപടിയാണ് കേട്ടോ. 81. അവലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമഗ്രത ത്രൈലോക്യേ കഃ പുമാംസ്തിഷ്ഠേദഗ്രേ ശുംഭനിശുംഭയോ. അപ്പോൾ ദേവിയുടെ ഈ വാക്കുകളാണ് കേട്ടപ്പോൾ ദൂതൻ പറയണം, ദേവി ത്വം അവലിപ്ത അസി, ദേവി നീയ് ഗർവിഷ്ഠയാണ്, നീയ് ശരിക്കന്നെ ഗർവം കൊണ്ട് മതി മറന്നിരിക്കണു. മമ അഗ്രതഃ ത്വം ഏവം മാ ബ്രൂഹി, എൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. മമ അഗ്രത, എൻ്റെ മുമ്പിൽ ത്വം ദേവി ഏവം മാ ബ്രൂഹി, ഇങ്ങനെ പറയരുത്. അദ്യ ത്രൈലോക്യേ കപ്പുമാൻ ശുംഭനിശുംഭയോഹോ അഗ്രേ തിഷ്ഠേത്. ഈ ലോകത്തിൽ ഏതൊരു പുരുഷനാണ് ശുംഭനിശുംഭന്മാർക്ക് എതിരായിട്ട് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവുക? എന്നിട്ടാണ് നീയൊരു വെറും സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് അത് പറഞ്ഞിട്ടില്ലേ ഇതിൽ. അതായത് ലോകത്തിലത്തെ ഏറ്റവും ധൈര്യമുള്ള ഒരു പുരുഷന് പോലും ശുംഭനിശുംഭന്മാരുടെ മുന്നിൽ വിറയ്ക്കാതെ നിൽക്കാൻ സാധിക്കില്ല. എന്താ നീ പറയണത്? ഇപ്പം ഇങ്ങനത്തെ വാക്കുകളൊന്നും എന്നോട് പറയരുത്. ഇത് നീ പറയണത് നിൻ്റെ അതി കഠിനമായിട്ടുള്ള ഗർവം കൊണ്ടാണ്. നീ മതമത്തയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഇങ്ങനെയെന്നുള്ള വാക്കുകൾ പറയരുത്. ആരാന്നാ വിചാരിച്ചിട്ടുണ്ട ശുംഭനും നിശുംഭനും? അവർ ത്രിലോകാധിപതികളാണെന്ന് മാത്രമല്ല, അവരുടെ വീര്യവും ശൗര്യവും നീ കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ വീര്യപരാക്രമശാലികളായിട്ടുള്ള ഒരു പുരുഷനും അവരോട് എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവരെ കണ്ടാൽ കിടകിട വിറയ്ക്കും ഏതൊരു പുരുഷനും. എന്നിട്ടാണോ നീയ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സുഗ്രീവൻ ചോദിക്കുന്നത്. അവലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമഗ്രത ത്രൈലോക്യേ കഃ പുമാംസ്തിഷ്ഠേ അഗ്രേ ശുംഭനിശുംഭയോ. ശുംഭൻ്റെ നിശുംഭനെ മുമ്പിൽ ഒരൊറ്റ പുരുഷനെങ്കിലും തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അന്യേഷാമപി ദൈത്യാനം സർവേ ദേവാ ന വൈയുധി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുന സ്ത്രീത്വമേകിക. പിന്നെ ഒരു സ്ത്രീക്കെന്ന് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഈ ശ്ലോകത്തിൽ. എന്താ പറയണ? എന്തിനാ ശുംഭനിശുംഭരുടെ കാര്യം പറയണത്? ഞങ്ങളുടെ ആരുടെ മുമ്പിൽ? ശുംഭനിശുംഭന്മാരാണ് ഏറ്റവും വീര്യ ശൗര്യ പരാക്രമികൾ. അവരുടെ മുമ്പിലൊന്നുമല്ല, ഞങ്ങളുടെ മുമ്പിൽ പോലും. അതാണ് പറയണത്. അന്വേഷാം ദൈത്യാനാം സമ്മുഖേ അഭി, ബാക്കിയുള്ള ഞങ്ങളെപ്പോലുള്ള അസുരന്മാരുടെ മുമ്പിൽ പോലും സർവേ ദേവാഹ യുധി ന തിഷ്ഠന്തി വൈ, ദേവന്മാരെല്ലാവരും ഒന്നിച്ച് ചേർന്നാൽ പോലും ഞങ്ങളുടെ നേരെ പോലും, എന്നെപ്പോലുള്ളവരുടെ നേരെ പോലും എതിർത്ത് വരില്ല. ആര്? ദേവന്മാർ മുഴുവൻ ഒന്നിച്ച് വന്നാലും ഞങ്ങളെപ്പോലുള്ള അസുരന്മാരുടെ എതിർക്കാൻ കഴിയില്ല. എന്നിട്ട് വേണ്ടേ ഞങ്ങളുടെയും കൂടി അധിപതിയായിട്ടുള്ള ശുംഭനോടും നിശുംഭനോടും എതിർക്കാൻ? ശുംഭൻ്റെ നിശുംഭൻ്റെയും കാര്യം പോട്ടെ, ഞങ്ങളെപ്പോലുള്ള സാധാരണ അസുരന്മാരോട് പോലും എല്ലാ ദേവന്മാരും ഒത്തുപിടിച്ച് വന്നാലും കൂടി ഞങ്ങളെ ജയിക്കാൻ പറ്റില്ല. അതാ പറയണത്. ഞങ്ങളോട് ചേർന്ന് പോരിന് വന്നാൽ അവർ ജയിക്കില്ല. ദേവി പിന്നല്ലേ ത്വം സ്ത്രീ ഏകിക കിം പുന,
അപ്പം പിന്നെ ദേവി നീയാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, സ്ത്രീയുമാണ്, ഒരു സ്ത്രീയാണ്. അതിന് പുറമെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പര്യായം എന്താ, അബല എന്നാണ്, ബലമില്ലാത്തവളെന്ന് അല്ലേ, അബല എന്നല്ലേ പറയുക സ്ത്രീക്ക്, ഒരു സിനണിം അതാണല്ലോ ഒരു പര്യായം. അപ്പോൾ നീയൊരു സ്ത്രീയാണ്, അബലയാണ്, ഒറ്റയ്ക്കുമാണ്. ഒരു സൈന്യമാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സഹോദരനാവട്ടെ, ബന്ധുക്കളാവട്ടെ, ആരും നിനക്ക് സഹായത്തിനില്ല. നീ ശരിക്കെന്നെ അബലയായിട്ടൊരു സ്ത്രീയാണ്. എന്നിട്ടാണോ നീ അവരോട് യുദ്ധം ചെയ്തിട്ട് അവർ നിന്നെ ജയിച്ചാൽ അതിനെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറയണത്? ശരിക്കും ശുദ്ധ സംബന്ധമാണ് എന്നാണ് പറയുന്നത് ആരാ, സുഗ്രീവൻ. അവരുടെ കാര്യം പോട്ടെ, ഞങ്ങളോട് പോലും ദേവന്മാർക്ക്, നിനക്കും പറ്റില്ല, നിനക്കും അതെ ദേവന്മാർക്കും അതെ, ഞങ്ങളോട് പോലും പോരിൽ ജയിക്കാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ സുംഭനും നിസുംഭനും? അത്ര അർത്ഥമില്ലാത്ത കാര്യമാണ് നീ പറയണേ. ഒറ്റയ്ക്ക് അബലയായിട്ടൊരു സ്ത്രീ, ഒരാളും സഹായത്തിനില്ലാണ്ട് എന്താ നീ പറയണത് എന്ന് ചോദിക്കുകയാണ്. ഒറ്റയ്ക്ക് കിം പുന, എന്താ ചെയ്യുക? ഏകിക, ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ, സ്ത്രീയുമാണെന്ന്. അന്യേഷാമപി ദൈത്യാനം സർവേ ദേവാന വൈയുധി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുന സ്ത്രീത്വമേകിക. അപ്പം നമ്മൾ ആലോചിക്കണം, ആരോടാ പറയണ? യോഗമായ ഭഗവാന്റെ വിഷ്ണുമായ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് ഭഗവതിയാണ്. കാരണം ഭഗവതിയുടെ ഉള്ളിലത്തെ ആ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടുല്ലോ അല്ലേ? ആ 3 ഗുണങ്ങളെ ഭഗവാൻ എനർജി കൊടുത്തു, ഈക്ഷണം ചെയ്തു. അപ്പോഴാണ് മായടുത്ത് ആ ഗുണങ്ങളൊക്കെ സമനില തെറ്റിയിട്ട് അങ്ങോട്ട് മഹത്തത്വം ഉണ്ടായി. ആ മഹത്തത്വം അഹങ്കാരമായി, ആ അഹങ്കാരം 3 അഹങ്കാരമായി പിരിഞ്ഞു. അതിലത്തെ സാത്വികാഹങ്കാരത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകളും അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം അതും ഉണ്ടായി. പിന്നെ ഈ അധിഷ്ഠാന ദേവതകളൊക്കെ ചന്ദ്രൻ, സൂര്യൻ, ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും സാത്വിക ഗുണത്തിൽ നിന്ന്, സത്വഗുണത്തിൽ നിന്ന്. രജോ ഗുണത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. തമോ ഗുണത്തിൽ നിന്ന് ശബ്ദം തൊട്ട് എല്ലാ എന്താ പറയുക തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനുണ്ടായതേ. ഈ മായാദേവിയുടെ ഗുണങ്ങൾ അങ്ങനത്തെ ദേവിയോടാണ് ഈ സുംഭൻ്റെയും നിസുംഭൻ്റെയും ദൂതനായിട്ടുള്ള സുഗ്രീവൻ ഇതൊക്കെ പറയണതേ. അപ്പോൾ ആർക്കാ നിശ്ചല്യായ അല്ലേ? ഭഗവതി ലോകത്തിൻ്റെ മുഴുവൻ ജഗജ്ജനനിയാണ്, ജഗത്തിൻ്റെ മുഴുവൻ ആധാരമാണ്. അതാണ് ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഒക്കെ ഒരു വളരെ ബുദ്ധിമുട്ട്. വലിയ രജോ ഗുണവും തമോ ഗുണമൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവനോൻ്റെ നില അറിയില്ല, എന്നിട്ട് അവനോൻ ഇൻവിൻസിബിളാണെന്ന് വിചാരിക്കുകയാണ്. എന്നെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിപ്പം മനുഷ്യന്മാരുടെ ഇടയിലും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരെ അല്ലേ? എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള. പക്ഷെ ആ അഹങ്കാരം കിട്ടും നല്ലോണം മൂത്ത അപ്പം തീർച്ചയാക്കാം അധപ്പതനം ഉണ്ടെന്ന് എത്ര എല്ലാ ദിക്കിലും നമുക്ക് കാണാം അല്ലേ? അതായത് ധർമ്മോ രക്ഷതി രക്ഷിത തന്നെയാണ്. അധർമ്മം കാണിക്കുമ്പോൾ കുറച്ച് കാലമൊക്കെ അങ്ങനെ നിൽക്കും. അവരുടെ ആ ഒരു പ്രത്യേക സമയം വരുമ്പോൾ ആ അധർമ്മം കൂടി അതങ്ങനെ താഴത്തേക്ക് പിന്നെ അധപതനായി. ഇപ്പം അതാണിപ്പോൾ ഇവിടെ കാണാൻ പോണത്. അന്യേഷാമപി ദൈത്യാനം സർവേ ദേവാന വൈയുധി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുന സ്ത്രീത്വമേകിക. ഇനിയും പറയുന്നുണ്ട് കേട്ടോ. ഇന്ദ്രാദ്യാഹ സകലാ ദേവാഹ തസ്ഥുര്യേഷം ന സംയുഗേ ശുംഭാദീനം കഥം തേഷം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. അതായത് ഈ ശുംഭാദീനം യേഷാം സംയുഗേ, അതായത് ഈ ശുംഭാദികളുടെ യുദ്ധത്തിൽ മുമ്പിൽ നിൽക്കാൻ ഇന്ദ്രാദ്യാഹ സകലാഹ ദേവാഹ എന്ന തസ്തു. അതായത് യുദ്ധത്തിൽ ശുംഭനിശുംഭന്മാരുടെ മുമ്പ് നിൽക്കാൻ ഇന്ദ്രനടക്കമുള്ള ഒരു ദേവന്മാർക്ക് പോലും കഴിഞ്ഞില്ല. എന്നിട്ടല്ലേ അവരെ തോൽപ്പിച്ച് അല്ലേ? ശുംഭനും നിശുംഭനും തപസ് ചെയ്ത് ഭയങ്കര തപശക്തിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ദ്രനെ
ഇന്ദ്രനെയും ബാക്കി ദേവന്മാരെ നിഷ്കാസിതരാക്കിയെന്ന് നമ്മൾ കണ്ടുല്ലോ. അവിടുന്ന് ആട്ടി ഓടിച്ചു. അപ്പോൾ പിന്നെ സുഗ്രീവൻ പറയണത് ശരിയാണ്. പിന്നെ ശുംഭനോട് നിശുംഭനോട് എതിർത്ത് നിൽക്കാൻ ഇന്ദ്രനടക്കമുള്ള ദേവന്മാർക്ക് പോലും കഴിഞ്ഞില്ല. തേഷാം സമ്മുഖം എന്നിട്ട് അവനോട് അഭിമുഖമായിട്ട് അവനെ എതിരായിട്ട് കഥം സ്ത്രീ പ്രയാസസി, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും? എന്ത് വിചാരിച്ചിട്ടാണ് നീ ഇത് പറയണത്? ദേവന്മാർ പോലും ശുംഭനിശന്മാരോട് തോറ്റിട്ടാണ് അപ്പം സ്വർഗത്തിൽ നിന്ന് ഓടേണ്ടി വന്നത്. അങ്ങനെയുള്ള ശുംഭനിശന്മാരുടെ നീ ഒറ്റയ്ക്ക് അബലയായിട്ടൊരു സ്ത്രീ എങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കും? എന്ത് ഭ്രാന്താണ് പറയണ എന്നാണ് അതിൻ്റെ ഒരു വ്യംഗ്യമായിട്ടുള്ള അർത്ഥം. ഇന്ദ്രാദ്യാഹ സകലാ ദേവാ തസ്ഥുര്യേഷം ന സംയുഗേ ശുംഭാദീനാം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖ. അപ്പോൾ എന്നിട്ട് എപ്പോഴേക്കും ദേഷ്യം വരും. ഈ പിന്നെ വലിയ നയകോവിദനൊക്കെ ആണെങ്കിലും ദേഷ്യം വന്നിറങ്ങി ഇങ്ങനെ പറഞ്ഞപ്പോഴേ, സാ ത്വം ഗച്ഛ മയൈവോക്ത പാർശ്വം ശുംഭനിശുംഭയോ കേശാകർഷണ നിർധൂത ഗൗരവാ മാ ഗമിഷ്യസി. സാ ത്വം അതുകൊണ്ട് നീയ് മയാ ഏവ ഉക്ത്വ ഞാൻ പറയുന്നത് പോലെ കേട്ട് ശുംഭനിശംഭയോഹോ പാർശ്വം ഗച്ഛ, ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വരൂ, എൻ്റെ കൂടെ വന്നോളൂ എന്ന് നീയ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നീയ് എൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ ശുംഭൻ്റെ നിശുംഭൻ്റെ അടുത്തേക്ക്, അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ ചെയ്യുക? കേശാകർഷണ നിർധൂത ഗൗരവ ഗമിഷ്യസി, ഞാൻ നിൻ്റെ ആ തലമുടി കൂട്ടിപ്പിടിച്ച് വലിച്ചഴച്ചിട്ട് ഞാൻ അവരുടെ മുമ്പേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ നിനക്ക് വയ്യാന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് നിഷ്പ്രയാസം നിന്നെ കീഴടക്കിയിട്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറയണത് കേട്ടിട്ട് അവനവൻ തന്നെ ഞാൻ വരികയാണെന്ന് തീർച്ചയാക്കി എൻ്റെ കൂടെ വന്നാൽ ഞാൻ ശുംഭനെ നിശുംഭനെ അവിടത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ നീ പറ്റില്ല, വരില്ല, അവരിവിടെ എന്നെ വന്ന് യുദ്ധം ജയിച്ചിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നിൻ്റെ തലമുടി പിടിച്ച് വലിച്ചിഴച്ച് ഞാൻ കൊണ്ടുപോകും. അപ്പം നിൻ്റെ ഈ അഹങ്കാരമൊക്കെ തീരും. ഏവം മാ ഗമിഷ്യസി, നിനക്ക് അങ്ങനെ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോവാനുള്ള വരുത്തണ്ട, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയണത് കേട്ടോ എന്ന് പറയണം. ഞാൻ പറയണത് കേട്ടോളൂ ദേവി, എൻ്റെ കൂടെ പോരുകയാണ് നല്ലത്. ലഹളയ്ക്ക് നിൽക്കാതെ ഒരു അബലയായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള നീയെ എൻ്റെ വാക്ക് കേട്ടിട്ട് ലഹളയ്ക്ക് നിൽക്കാതെ എൻ്റെ കൂടെ പോന്നോളൂ, ഇല്ലെങ്കിൽ ഞാൻ തലമുടി പിടിച്ച് വലിച്ച് ഇഴച്ച് കൊണ്ടുപോകും. അങ്ങനെ ശുംഭനിശുംഭൻ്റെ അടുത്തേക്ക് നിനക്ക് പോകേണ്ട വരുത്താണ്ടിരിക്കൂ. അതുകൊണ്ട് ഞാൻ പറയണത് കേൾക്കുക നല്ലതാന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. സാ ത്വം ഗച്ഛമയൈവോക്ത പാർശ്വം ശുംഭനിശുംഭയോ കേശാകർഷണ നിർധൂത ഗൗരവാമാഗമിഷ്യസി. ശരിക്കും ഭഗവതിയുടെ ലീല, ഭഗവതിക്ക് ഈ കളിയൊന്ന് കാണണം. അല്ലെങ്കിൽ നോക്കൂ, അപ്പം തന്നെ ഒരു ഹുങ്കാരം കൊണ്ട് വേണമെങ്കിൽ സുഗ്രീവനെ കൊല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ദേവിക്ക് ദേഷ്യം വന്നിട്ട് ഒരൊറ്റ ഒന്നും മൂളിയ മതി, അത്രയ്ക്ക് വേഗം അയാൾ മരിക്കാനേ. പക്ഷെ അത് ചെയ്തില്ല. എന്താ വെച്ചാൽ ദേവിക്ക് ഈ നാടകം, ഈ ലീല ആടണം. അവരോടിത് പറയുക, അവരിന്നിട്ട് ഇത് വരിക, അങ്ങനെ ആ നാടകം, ആ ലീല ആടണം ദേവിക്ക്. അതാണ് ഇച്ഛ. അതുകൊണ്ടാണ്. അല്ലാതെ അപ്പം തന്നെ അയാളെ കഥ തീർക്കാമായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോൾ സംഭവം ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വരുമല്ലോ. അങ്ങനെയൊന്നുമല്ല, ഇതൊരു നാടകം കാണിച്ചിട്ടാണ്. ഇനി പിന്നെ 85. ഏവമേതദ്ബലീ ശുംഭോ നിശുംഭശ്ചാപി വീര്യവൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാകൃത. ഇങ്ങനെ ഈ ദൂതൻ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, എന്താ അറിയോ, ഏവം ഏതത്ത്, നീയ് പറഞ്ഞതൊക്കെ ശരി തന്നെ, ഞാൻ നീ പറയണതിൽ ഒന്നും തെറ്റ് പറയുന്നില്ല. ബലി ശുംഭ, നല്ല ബലവാനാണ് ശുംഭൻ. നിശുംഭ വീര്യവാൻ അപീച്ച, നിശുംഭൻ വീര്യവാനുമാണ്. നീ പറഞ്ഞതൊക്കെ ശരി, ഞാൻ സമ്മതിച്ചിരിക്കണു.
അതിബലവാനാണ് സുംഭൻ, അതിവീര്യവാനാണ് നിസുംഭൻ. പക്ഷേ കിം കരോമി, എനിക്ക് പക്ഷെ ചെയ്യാൻ നിർത്തില്ല. ഞാൻ എന്താ ചെയ്യുക? യത് മേ അനാലോചിത പ്രതിജ്ഞാകൃത, ഞാൻ ഇത് അന്ന് ആലോചിക്കാണ്ട് വേണ്ടത്ര വിചാരമില്ലാതെ എടുത്തൊരു പ്രതിജ്ഞയാണത്. ഞാൻ അങ്ങനെ പ്രതിജ്ഞ ചെയ്തു പോയി. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇനി ഇത് എനിക്ക് നിറവേറ്റാതെ പറ്റില്ലേ? അതുകൊണ്ടാണ് നീ പറഞ്ഞത് കംപ്ലീറ്റ്ലി ശരി. സുംഭനോടും ആരും എതിർക്കില്ല, ആർക്കും എതിർക്കാനുള്ള ശക്തിയില്ല, ദേവന്മാർക്ക് പോലും ഇല്ല, വലിയ വലിയ പുരുഷന്മാർക്ക് പോലും, വലിയ വലിയ ധീരന്മാർക്ക് പോലും, സുംഭനിസുന്മാരുടെ പിന്നെ കിങ്കരന്മാരോട് പോലും എതിർക്കാനുള്ള ധൈര്യമില്ല. പോരാത്തതിന് ഞാൻ ഒരു സ്ത്രീയാണ്, അബലയാണ്, ഒറ്റയ്ക്കാണ്, ഒക്കെ ശരി. പക്ഷേ ഞാനൊരു പ്രതിജ്ഞ ചെയ്തു, എത്ര ആലോചന ഇല്ലാതെ, വേണ്ടത്ര ദൂരേക്കുള്ള ഒരു ആലോചന പോയില്ല എനിക്ക്. അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ആ പ്രതിജ്ഞ നിറവേറ്റാണ്ട് പറ്റില്ല. അതാണ് കിം കരോമി യദ്മേ അനാലോചിത പ്രതിജ്ഞ. ഞാൻ അത്ര ആലോചിക്കാതെ എടുത്ത പ്രതിജ്ഞയാണ്. പക്ഷെ പ്രതിജ്ഞ പറഞ്ഞാൽ നിറവേറ്റണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഏവമേതദ്ബലീ സുംഭോ നിസുംഭശ്ചാപി വീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാകൃത. എന്താ സൂത്രലത ഇവിടെ? ഇനി ലാസ്റ്റ് ശ്ലോകമാണ് ഈ 5-ാം അധ്യായത്തിൽ കേട്ടോ. സത്വം ഗച്ഛമയൈവോക്തം യദേതത് സർവമാദിത തദാ ചക്ഷ്വാസുരേന്ദ്രായ സചയുക്തം കരോതു യത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, സത്വം ഗച്ഛ, അതുകൊണ്ട് നീ മടങ്ങിപ്പോക്കോൾ. നീയൊരു ദൂതൻ, അത്രല്ലേ ഉള്ളൂ. എന്നോട് സുംഭനും നിസുംഭനും എന്താ പറയാൻ പറഞ്ഞാൽ അതെന്നോട് പറഞ്ഞു. നീയൊരു ദൂതനല്ലേ, ആ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു, ആ സന്ദേശമൊക്കെ എനിക്ക് തന്നു, അവരുടെ സന്ദേശം. ഇനി എൻ്റെ സന്ദേശം കൊണ്ട് നീയെ അങ്ങോട്ട് മടങ്ങി നിൻ്റെ പിന്നെ എന്താണ് നാഥൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോക്കോളൂ. അങ്ങനെയാണല്ലോ ഒരു ദൂതൻ ചെയ്യുക. സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കല്ലേ ദൂതൻ്റെ പണി. അപ്പോൾ ദേവി പറഞ്ഞു, നീ എനിക്ക് സുംഭൻ്റെ നിസുംഭൻ്റെ സന്ദേശം തന്നു, അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തന്നു, അതും കൊണ്ട് നീ മടങ്ങിപ്പോക്കോളൂ. സത്വം ഗച്ഛ സഹത്വം ഗച്ഛ, അതുകൊണ്ട് നീ മടങ്ങിപ്പോക്കോളൂ. എന്നിട്ട് മയാ ഏവ ഉക്തം യദ് ഏതത് സർവം തത് സർവം, ഞാനിപ്പം പറഞ്ഞില്ലേ അത് മുഴുവൻ വിസ്തരിച്ച, ഞാൻ പറഞ്ഞ പോലെ, യദ് ഏതത് തത് സർവം, ഞാൻ എങ്ങനെ പറഞ്ഞു അത് മുഴുവൻ, ആദിതഃ അസുരേന്ദ്രായ ആചക്ഷ്വ, ആ അസുരേന്ദ്രനെ ആദ്യം മുതൽക്ക് ആദിത എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം പറയണം കേട്ടോ, പകുതി പറയരുത്. ഞാൻ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞോ എൻ്റെ സന്ദേശമായിട്ട് ആദ്യം മുതൽക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ അവിടെ പോയി പറയണം. അതാണ് ആദിത. അസുരേന്ദ്രായ ആചക്ഷ്വ, ഞാൻ പറഞ്ഞത് ഒരക്ഷരം അങ്ങടും ഇങ്ങടും തെറ്റിക്കാതെ വിടാതെ ആദ്യം മുതലെല്ലാം ആ അസുര അധിപനായിട്ടുള്ള സുംഭനെ നീ അറിയിക്കൂ. സഹ ച യദ് യുക്തം തത് കരോതു. അപ്പോൾ എന്താണ് യുക്തം വെച്ചാൽ അത് സുംഭൻ ചെയ്യട്ടെ. നീയൊരു ദൂതൻ, സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക. അപ്പം എൻ്റെ സന്ദേശം അങ്ങടെ എത്തിച്ചാൽ എന്താണ് സുംഭന് തോന്നണ വെച്ചാൽ അതുപോലെ സുംഭൻ ചെയ്യട്ടെ. അതുവരെ കാത്തിരിക്കൂ. ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പം നീ അവിടെ പഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സുംഭന് ഇഷ്ടം അത് ചെയ്യട്ടെ. നീയൊരു ദൂതൻ മാത്രമല്ലേ എന്നുള്ള നിലയ്ക്കാണ് പറയണത് കേട്ടോ ദേവി. ശരിയാണല്ലോ, ദൂതന് സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കല്ലേ ഒരു ഉത്തരവാദിത്വമുള്ളൂ. അതുപോലെ നീ ചെയ്യേ. പിന്നെ സുംഭൻ്റെ ഇഷ്ടം പോലെ യുക്തം പോലെ എൻ്റെ മറുപടി കേട്ടിട്ട് എന്താണ് ഇഷ്ടം എന്താ യുക്തം വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് 5-ാമോധ്യായം പിന്നെ എന്താണ് കൺക്ലൂഡ് ചെയ്യണത് കേട്ടോ. സത്വം ഗച്ഛമയൈവോക്തം യദേതത് സർവമാദിത തദാ ചക്ഷ്വാസുരേന്ദ്രായ ചക്ഷ്വാസുരേന്ദ്രായ സചയുക്തം കരോതു യദ്. അത് എത്ര നന്നായിട്ട് പറഞ്ഞു അല്ലേ? അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് 5-ാം അധ്യായം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ
ദേവിദൂത സംവാദോ നാമ പഞ്ചമോധ്യായം സമാപ്തം. ഇനി നമുക്ക് 6-ാം അധ്യായമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഇതൊക്കെ ദേവിയോട് അല്ല ഇതൊക്കെ ശുംഭൻ കേട്ടിട്ട് ശുംഭൻ എന്താണ് പറയണ, എന്താണ് ചെയ്യണ എന്നൊക്കെയാണ് ഇനി. അതായത് ഓരോരുത്തരെ അയക്കും, ധൂമ്രലോചനയെ, രക്തബീജനെ, അങ്ങനെയൊക്കെ അവരെ അയക്കും. ആദ്യം പോവില്ലേ ശുംഭനി നിശുംഭനി. അതൊക്കെയാണ് ഇനി 6ാധ്യായത്തിൽ വരാൻ പോണത് കേട്ടോ. അപ്പം ഞാൻ ചുരുക്കുന്ന നമ്മൾ ഈ 5-ാം അധ്യായം പറയാം. അപ്പം എന്താ വെച്ചാൽ സുമേധസ് മഹർഷി സുരഥനോടും സമാധിയോടും ഇങ്ങനെ ഈ ഭഗവതരെ മാഹാത്മ്യം അല്ലെങ്കിൽ ആ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പറഞ്ഞത് ശുംഭനിശുംഭന്മാരുടെ ഉപദ്രവം സഹിക്കാതെ ദേവന്മാരെ അവിടുന്ന് സ്വർഗത്തിൽ നാട്ടി പറഞ്ഞയച്ചപ്പോൾ അവർ ദേവന്മാർ സ്തുതിച്ചു. നമ്മൾ കണ്ടുല്ലോ സ്തുതി. അപ്പം ദേവി വളരെ പ്രീതിയായി. എന്നിട്ട് ഗംഗയിലേക്ക് കുളിക്കാൻ വരണ പോലെ ഉള്ള പാർവതി ദേവിയെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ പാർവതിയുടെ ഈ പുറത്തുള്ള കോശത്തിൽ നിന്നും കൗശികി ആയിത്തീർന്നു അല്ലേ. കോശത്തിൽ നിന്ന് ഒരു സാത്വിക ദേവിയായിട്ട്, അതാണ് സരസ്വതി, സാത്വിക ദേവിയായിട്ട് ആവിർഭവിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ശുംഭനിശുംഭന്മാരെ ഞാൻ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഹിമാലയത്തിൽ പൊന്നു ഊഞ്ഞാൽ ആടിയിരിക്കുകയാണ്. എന്താ ഇവർ വരുന്നറിയാം, ഒക്കെ അറിയാം ദേവിക്ക്. കാലം അടുത്തിറങ്ങി, അവരുടെ കാലം വിപരീതമായി തുടങ്ങിയെന്ന് അറിയാം. അപ്പം അതും കാത്തുകൊണ്ട് പൊന്നു ഊഞ്ഞാലിൽ ഹിമാലയത്തിൽ ഇരിക്കുമ്പോൾ എതിർച്ഛയാ ഈ ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായിട്ടുള്ള ചണ്ടനും മുണ്ടനും അവിടെ എത്തി ഹിമാലയത്തിൽ. അപ്പം ഈ ദേവിയെ കണ്ടു. അപ്പം അവർക്ക് വളരെ അത്യത്ഭുതമായിട്ടുള്ള സൗന്ദര്യം അല്ലെ, അതിമനോഹരിയായിട്ടുള്ള ഈ സ്ത്രീ, ഇതുപോലൊരു സ്ത്രീ അവർ കണ്ടിട്ടില്ല. അപ്പം അവർക്ക് അത്ഭുതമായി. എന്നിട്ട് അവർ വേഗം അത്ര ഒരു അലൗകികമായിട്ടുള്ള ഒരു ഡിവൈൻ സൗന്ദര്യാതിശയം തോന്നിയവർക്ക് അല്ലേ, അങ്ങനെയല്ല ഉണ്ടായത്. എന്നിട്ട് അവർ വേഗം ദേവിയെപ്പോലെ ഒരാൾ ഈ ലോകത്തിലില്ല. ഈ ലോകത്തിലുള്ള എല്ലാ രത്നങ്ങളും വില നോക്കിയാലും ഈ ദേവിയുടെ അത്ര ഇല്ലയെന്നും, പിന്നെ 1000 തിലോത്തമന്മാരുടെ എള്ളോളെടുത്തുണ്ടാക്കിയ അത്ര ഭംഗിയാണെന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടില്ലേ. അങ്ങനെയൊക്കെ അറിയിച്ചു. അപ്പോഴേക്കും ശുംഭൻ കാമാതുരനായി, കാമപരവശനായിട്ട് സുഗ്രീവനെ അയച്ചു. എന്നിട്ട് സുഗ്രീവൻ ഈ ശുംഭനെ ഐശ്വര്യത്തിനെ പറ്റിയൊക്കെ വർണ്ണിച്ചിട്ട് എൻ്റെ കൂടെ പോരൂ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ വരില്ല, എന്നെ ജയിക്കണ ആളെ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ദേഷ്യം വന്നിട്ട് തലമുടി പിടിച്ച് വലിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയൂ. ശുംഭനും നിശുംഭനും അവർക്ക് എന്താണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ അവർ ചെയ്യട്ടെ, യുക്തം പോലെ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് 6ാധ്യായം തുടങ്ങാം. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ആ കൗശികി ദേവിയെ, സാത്വിക സ്വരൂപിണിയായിട്ടുള്ള കൗശികി ദേവിയെ നമസ്കരിച്ച് ഇന്നിവിടെ നിർത്താം. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം.